ഞാൻ കുട്ടനാട് കുഞ്ഞുപോൻ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സന്തോഷത്തിലാണ്. ഈ ആറിന്റെ തൊട്ടപ്പുറത്തായിട്ട് പുതിയ സിനിമയുടെ ഷൂട്ട് നടക്കുവാണ്. ആരാണ് ഇന്ന് ഇവിടെ വരുന്നതെന്ന് അറിയാവാ? തെന്നിന്ത്യൻ സ്വപ്ന സുന്ദരി റിയ മൽഹോത്ര. ഈ റിയ മൽഹോത്ര ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാവാ? പണ്ട് ഞാനിവിടെ ചെരുപ്പ് കടച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോ എന്റെ കൂടെ കച്ചവടത്തിൽ നിന്നാണ് ഈ റിയ മൽഹോത്ര. അവളിപ്പോ വലിയ സിനിമാ നടിയായി. സത്യം പറയാലോ, അവൾ ഇവിടെ വന്നു കഴിഞ്ഞ എന്നെ കണ്ടാ മൈൻഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. സത്യം പറഞ്ഞ് ഇന്നോടെ ഷൂട്ട് നടക്കൂല. കാരണം എന്നെനിക്ക് സംസാരിച്ചിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ഷൂട്ട് നടത്താനായിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ വേറെ കാര്യം, ആർക്കെങ്കിലും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ പറയണം. എൻ്റെ അടുക്കെ പറഞ്ഞാൽ മതി, ധൈര്യമായിട്ടിരുന്നോ. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ നിർത്തി ഫോട്ടോ എടുത്ത് തരുന്നതാണ്. എന്റെ ദൈവമേ, അവളെ കാണാൻ കൊതിയായിട്ട് വയ്യ. വേടം വരുന്നേ, ആൾക്കാരെല്ലാം മാറിക്കോ. ഒന്ന് മാറി നിൽക്കണേ, ഒന്ന് മാറിക്കണേ. എന്താ വേടം വരുന്നു. ഇവിടെ വല്ല റാപ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ വെച്ചത് വേടം വരുന്നത് പറഞ്ഞു. വേടം വരുന്നതല്ല, എന്റെ മേഡം റിയ മൽഹോത്ര വരുന്നത് ഇവിടെ വരുന്നുണ്ടോ? പിന്നല്ല, ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ ദൈവമേ, ഈ റിയ മൽഹോത്ര ഞാനും തമ്മിലുള്ള ബന്ധം ഭയങ്കര ബന്ധമാണ്. ആരാണ് മനസ്സിലായില്ല? ഞാനാ മേഡത്തിന്റെ ഡ്രൈവർ, മേക്കപ്പ് മാൻ, എല്ലാം ഞാനാണ്. ബോഡി ഗാർഡ് ഉൾപ്പെടെ ഞാനാണ്. എല്ലാമാണ്. എന്നോട് പേരെന്താണ്? മനോഹർ. ആദ്യം പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിച്ചു, പക്ഷെ ഇതിത്തിരി വിശ്വസിക്കാൻ പാടുള്ളൂ. ഞാൻ ഈ കുട്ടനാട് പലതരത്തിലുള്ള ദേശാടന പക്ഷി കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ കാണുന്നത്. മാറുന്നില്ല മേഡം, വരാൻ സമയമായി. വരട്ടെ, വരുന്നത് കാണാനായിട്ടാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. വരാൻ നേരത്ത് ഒരു വലിയ സർപ്രൈസ് ആയിരിക്കും. ഞാൻ തിരിഞ്ഞു നിൽക്കും, എന്നെ കാണുമ്പോ നിന്റെ മേഡം ഞെട്ടും. എല്ലാം മാറുന്നില്ലേ? ഓക്കെ മേഡം, ഇവിടെ ക്ലിയർ ആണ്. വന്നോളൂ. ഫസ്റ്റ് സ്ഥലത്ത് ഷൂട്ട് കഴിഞ്ഞു മമ്മേ. അയ്യോ, അതിലെന്റെ വേഷം എന്ന് പറഞ്ഞ ഒരു എയർ ഹോസ്റ്റ് വിമാനത്തിലെ കിളി. ഓക്കെ ഇവിടുത്തെ വേഷം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞില്ല മമ്മി. ഞാൻ വിളിച്ച് പറയാം. ഓക്കെ ഹായ് മനോഹരൻ, എവിടെയാണ് ലൊക്കേഷൻ? എവിടെയാണ്? നമ്മളെ ഈ പുഴയുടെ അക്കരക്കരയാണ് മേഡം. നമ്മളെ കൊണ്ടുപോകാൻ ആര് വരും? കൊണ്ടുവരാൻ അവിടെ ആള് വരും, വഞ്ചിയിൽ ആള് വരുന്നുണ്ട്. ഓക്കെ, വരാൻ പറയൂ. ടൈമില്ല. അറിയാവോ? ശ്രമിച്ചു നോക്കാം. അറിയത്തില്ല. അയ്യോ, അതല്ല, എന്നെ അറിയാമോ? ഇല്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ. എങ്ങനെ ആലോചിച്ചാലും അറിയത്തില്ല. കുട്ടനാട് കുഞ്ഞുമോൻ അറിയാമോ? കുട്ടനാട് കുഞ്ഞോനാ? അറിയത്തില്ല. ഇങ്ങോട്ടത് അറിയാന്ന്. എനിക്കറിയത്തില്ല. ആലോചിച്ചു നോക്കിയ പണ്ട് എന്റെ കടയിൽ ചെരുപ്പ് കച്ചവടത്തിൽ എന്റെ കൂടെ നിങ്ങൾക്ക് ആള് മാറി. ഞാൻ ഇവിടെ ഉള്ളതല്ല. ഞാൻ ഈ ദേശത്ത് എവിടെയോ ഒന്ന് ജനിച്ചു എന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലായി. ഇത് വേറൊന്നുമല്ല. ഇത് ഞാൻ എന്നെ അറിയത്തില്ലെന്ന് പറയാൻ നേരത്ത് ഞാനങ്ങ് സങ്കടപ്പെട്ട് ഞാൻ മാറി നിന്ന് നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ചമ്പി നിൽക്കാൻ നേരത്ത് പുറകിൽ കൂടെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും, സർപ്രൈസ്, എനിക്ക് നിങ്ങൾ അറിയാം. അതിനുള്ള പരിപാടി എനിക്കറിയാലോ. ഇത് എനിക്ക് തന്നെ അറിയത്തില്ലെന്ന് അങ്ങനെ പറയല്ലേ. ആൾക്കാരൊക്കെ നോക്കുന്നത് അറിയാതെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടല്ലോ തന്നെ. അറിഞ്ഞൂടെ? ഒന്ന് മാറി നിൽക്ക്. മേഡത്തിന് തടയരുത്. എന്താ തടഞ്ഞ? 2 ആഴ്ച മേക്കപ്പിന്റെ പുട്ടിയാണ് ഇരിക്കുന്നത്. അത് പൊളിഞ്ഞ് കാല് വീണാ കാല് മുറിയും. എന്റെ മേക്കപ്പിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇംഗ്ലീഷാ. പണ്ട് റേഷൻ കടയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അരി മേടിക്കാൻ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് അരി ഇംഗ്ലീഷ് പത്രത്തിൽ പൊതിഞ്ഞു കൊടുത്ത് ആ ഇംഗ്ലീഷ് പത്രം കണ്ട് ബോധം കെട്ട് വീണവളാണ് ഇവിടെ. അവളിപ്പോ ഇംഗ്ലീഷ് പറയുന്നു. എനിക്ക് തന്നെ അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ ഞാൻ? എന്റെ കടയിലപ്പോ ചെരുപ്പ് വീഴായിട്ട് നിന്ന് നീ മറന്നുപോയി. ഒരിക്കലും ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഈ ദേശത്ത് തന്നെ ഞാൻ. അയ്യോ, ഒരു കോള് വരുന്നുണ്ട്. ഹലോ, പറയൂ ബിബിൻദാസ്. അയ്യോ, കണ്ടരുത് സിനിമ കണ്ടരുത്. അയ്യോ, കോടികളോട്ട് കയറി പോകുന്നുണ്ടല്ലേ? അതാണ്. എങ്ങനെയാ? ഓക്കെ, ഞാൻ വരാം. ഓക്കെ മനോഹരൻ, ഒരു സന്തോഷ വാർത്തയുണ്ട്. വാഴയെന്ന് വിളി വന്നു. വാഴയെന്ന് വിളിയല്ലല്ലോ, വാഴയെന്ന് കൊലയല്ലേ വരുന്നത്. അതല്ല, വാഴ 3 നായികമാർക്കാണ് പ്രാധാന്യം. സെൻട്രൽ ക്യാരക്ടർ ഞാൻ അടിക്കും. അത് ശരി. അപ്പൊ നായികമാർക്കാണ് പ്രാധാന്യം. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ കുന്തളിപ്പ് ഇവിടെ മൊത്തം കാണിച്ചോണ്ടിരിക്കുന്നത്. ഇത് വരെ സമയമായില്ലോ. അവിടുന്ന് ആരും വരുന്നില്ലേ? ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം. എനിക്ക് എന്റെ കോലോത്തപ്പുറത്താണ് എന്റെ തറവാട്. ഷൂട്ട് കഴിയുന്നു, കോലോത്തോട്ടൊന്ന് പോണം. ഇവിടെ കോലോത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ടർപ്പാളയിൽ ഒരു കോല് കുത്തി വെച്ചിരിക്കുന്നതാണ് അവളുടെ കോലോത്ത്. എന്നിട്ട് അതിനാണ് അവളെ വലിയ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത്. തനിക്ക് എന്താ വേണ്ടത്? ഇവള് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നിടത്ത് ഇവളുടെ 10 പൈസ ഇല്ല. ആ സമയത്ത് ഞാനല്ലടി 150 രൂപ വണ്ടി കൂലി തന്ന് നിന്നെ ഓഡിഷൻ പറഞ്ഞു വിട്ടത്. എന്റെ അമ്മോ, ഇത് എന്തൊരു നോണ! എന്തൊരു പറഞ്ഞു കയറി പോണത്? അങ്ങനെയൊന്നുമല്ല. എനിക്ക് പൈസ തന്നു വിട്ടത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഗീത. അവളുടെ അമ്മയ്ക്കൊരു ബ്യൂട്ടി പാർലർ ആയിരുന്നു. അവളെ അമ്മ കാണാതെ എന്റെ മുടി സ്ട്രൈറ്റ് ചെയ്തു തന്നിരുന്നു. ഗീത സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോകുമായിരുന്നു. ഗീത അവസാനം ഞാൻ സിനിമാ അഭിനയത്തിന് വേണ്ടി ചെന്നൈയിലേക്ക് പോകുമ്പോ അവിടെ കാലിക്കിടന്ന് കൊരിസൂരി എനിക്ക് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഗീത
കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഈ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടും ചെയ്താന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ആവശ്യമായി നിന്റെ മുമ്പിൽ വരും, അപ്പോൾ അങ്ങനെ ഒന്ന് സഹായിക്കണമെന്ന്. ഇതാണ് പറയണത്, സമയത്ത് മ്യൂസിക് കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ വായ്ത്താളം അടിച്ചോണ്ടിരിക്കണം. എനിക്ക് തന്നെ അറിയത്തില്ല, എനിക്ക് തന്നെ അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? അതെ, എനിക്ക് തന്നെ അറിയത്തില്ലല്ലോ. അതാണ് അറിയത്തില്ലെന്ന് പറയണം. ഇത്ര നാളും ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ട് സിനിമക്ക് മുമ്പ്, എന്നിട്ട് എന്നെ എന്തൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. എന്റെ വീട്ടുകാരെ ആരെങ്കിലും തനിക്ക് അറിയണോ? നിങ്ങളുടെ പേരെന്താണ് പറഞ്ഞത്? റിയാമൻ ഹോത്ത. ഇവിടെ നാട്ടിൽ മൊത്തം അറിഞ്ഞോണ്ടിരുന്നത് എന്തുവാണെന്ന് അറിയാമോ? കൈനഗരി പൊടിച്ചിയുടെ മകൾ മണിച്ചി. ഞാൻ മണിച്ചിയല്ല. മണിച്ചിയാണ്. എനിക്ക് ദേഷ്യം വരുത്തും. ഞാൻ മണിച്ചിയല്ല. ദേഷ്യം തുറന്ന് കാണിക്കും മാഡം. അങ്ങനെ ഇപ്പൊ കാണണ്ട. മാഡം ഡയറക്ടർ വിളിച്ചിരുന്നു. വിളിച്ചായിരുന്നു. സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് +2 കഴിഞ്ഞ് നിൽക്കുന്നതാണ് മാഡം. ഓക്കെ. +2 കഴിഞ്ഞിട്ട് മാഡം മറിഞ്ഞു നിന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ്. മറിഞ്ഞിരുന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് എന്നാണ് ഉദ്ദേശിച്ചിലുള്ള ആളെ കിട്ടിയിരിക്കുന്നത്. ഒരു വള്ളത്തിൽ കൊണ്ടുപോയി ഓക്കെ, എങ്ങനെയും വന്നാൽ മതി. അത് വരുന്നില്ലല്ലോ. ഹലോ, ഇവിടെ തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കണ്ടിന്യൂറ്റി സാധനം സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ താൻ നായകനായാലും എന്റെ സെറ്റിൽ വേണ്ട, മനസ്സിലായില്ലേ? ഇവിടെ ഡയറക്ടറാ വലുത്, പറഞ്ഞു മനസ്സിലായല്ലോ. ആ നായകനാണെങ്കിലും വേണ്ടില്ല, ഇയാളെ പറഞ്ഞു വിട്ടേക്ക്, വേറെ നായകനെ ഞാൻ നോക്കിക്കോളാം. ഡയറക്ടറാണ് ഭയങ്കര ചൂടനാ. നമ്മുടെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് നമ്മളെ പറഞ്ഞു വിടും. നമ്മളെ കാര്യത്തിലെല്ലാം ഓക്കെ ആണല്ലോ. നോക്കൂ മാഡം, പണി പാളി മാഡം. എന്താ മാഡത്തിന്റെ കണ്ടിന്യൂറ്റി ചെരുപ്പില്ലേ, ചപ്പല്, അത് ഒരെണ്ണേ ഉള്ളു. ഡയറക്ടർ തെറി വിളിക്കും മാഡം. എന്റെ 3 സിനിമയും പൊട്ടിപ്പോയതാ. ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും ഞാൻ കാല് പിടിച്ചാണ് ഞാനൊന്ന് കയറിയത്. ഇനിയിപ്പോ ഡയറക്ടർ എന്നെയും പറഞ്ഞു വിടും. ഇതിപ്പോ എന്ത് ചെയ്യണോ? എനിക്കറിയാം, എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? ഹലോ മമ്മി, എന്റെ ചപ്പൽ എവിടെ കണ്ടായിരുന്നോ മമ്മി? ഹലോ ചേട്ടാ, മാഡത്തിന്റെ ചപ്പല് കണ്ടായിരുന്നു. ഇവിടെ നിന്ന് സിറ്റി പോയി എത്ര കിലോമീറ്റർ ഉണ്ടാവും? 65 കിലോമീറ്റർ ഉണ്ട്. പോയിട്ട് വരുമ്പോ ഡയറക്റ്റ് ചൂടാവുകയും ചെയ്യും. ചൂടാവും, സമയം കിട്ടൂല. അതുപോലത്തെ ഒരു ചപ്പല് അവിടെ ഇരിപ്പുണ്ട്. എന്താ? പക്ഷെ ഞാൻ ചോദിച്ചു, എനിക്ക് പുള്ളി അറിയത്തില്ലല്ലോ. എനിക്കറിയത്തില്ലല്ലോ. ഞാൻ ചോദിക്കാം. മാഡത്തിനോട് ഞാൻ ചോദിക്കും. ഭാഗ്യം, ചെല്ലുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. ജ്യേഷ്ഠ, ഓക്കെ, നിന്റെ ചേഷ്ട എനിക്ക് ഇഷ്ടപ്പെടും. ചേട്ടാ അതല്ല, വേണ്ടേ സെയിം ചപ്പൽ ഇവിടെ ഉണ്ട്. ഒരു ജോഡി എനിക്ക് തരും. നിനക്കെന്തിനാ ഈ പെണ്ണുങ്ങളുടെ ചെരുപ്പ്? ചിലപ്പോഴൊക്കെ ഞാൻ പെണ്ണുങ്ങളെ ചെരുപ്പിടും. നിന്റെ ആദ്യത്തെ ജ്യേഷ്ഠയിൽ തന്നെ എനിക്കത് പിടിക്കും. ചേട്ടാ, ഈ ചപ്പല് വേണം. ശരി, ആർക്കാന്ന് പറയണ? സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി. സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി. ആർക്ക്? മാഡത്തിന്. മാഡത്തിനാ? ഡയറക്ടറിന്റെ വഴക്ക് പറയും. അവക്കല്ലേ ആവശ്യം? അതെ. അവളൊന്ന് ചോദിക്കട്ടെ. അതാണല്ലേ, അവളൊന്ന് ചോദിക്കട്ടെ. മാഡം ഇളവ മുടിഞ്ഞ കലിപ്പിലാണ്. മാഡം ചെന്ന് ചോദിച്ചാൽ ചെരുപ്പ് വരും. എനിക്ക് പുള്ളി അറിയത്തൊന്നുമില്ല. അറിയത്തില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലേ അങ്ങനെ കാണിച്ചത്. കഞ്ചി, നീ വണ്ടിയിലൂടെ പോയി നോക്ക്. കുഞ്ഞുമോനെങ്കിൽ പൊടിച്ചാണ് ചപ്പല് തന്നാൽ. ഈ ചപ്പലങ്ങ് തന്നിരുന്നെങ്കിൽ ആ ഷൂട്ടിന് പോവായിരുന്നു. ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല, ഇത് കൊടുക്കുന്നില്ല. അങ്ങനെ പറയില്ലേ പ്ലീസ്. അല്ല, ഇത് കൊടുക്കുന്നില്ല, ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നതല്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ളതാ. അല്ല, എന്തുവായാലും ഞാൻ കച്ചവടം നടത്തുന്നില്ല. ഞാനിവിടെ വെറുതെ കൂട്ടിയിട്ടിട്ട് ആൾക്കാർ വരുന്നവരെ വിദേശികൾ വരുമ്പോൾ ഞാൻ ചെരുപ്പ് കാണിച്ചു കൊടുക്കും. ചുമ്മാ ആക്കിയതല്ല, എനിക്കറിയാം. ഞാൻ ഇവിടെ തന്നെ ഉള്ളതാ. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാഫ് തന്നെയാണ്. അങ്ങനെ എല്ലാവരും തന്നെ ഇവിടെ കിടന്ന് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത്. കൊഞ്ഞണം കുത്തി കാണിച്ചാലും ഞാൻ തരത്തൊന്നുമില്ല. തരത്തില്ല, തുറക്ക് തരത്തില്ല. അതിന് എത്രയാ രൂപ? അത് ഞാൻ പറഞ്ഞില്ല, വിൽക്കുന്നില്ല. ഇത് 500 തരം കൊടുക്കും. തരത്തില്ല. 1000 തരില്ല. 10000 തരില്ല. 1,00,000 തരില്ല. 2,00,000 തരാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്തോ? 2,00,000 രൂപ ആദ്യം എന്റെ കയ്യിലോട്ട് തരണം. അഡ്വാൻസ് മേടിച്ച പൈസ ഇരിപ്പുണ്ട്. 2 ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടാവും, കുഴപ്പമില്ല. ഇത് പറയൂ, സന്തോഷമായി. കുറച്ചൊക്കെ അഹങ്കാരം കാണിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, തരുന്നതിന് മുമ്പായിട്ട്
ഈ കാണുന്ന സ്ഥലമില്ലേ ഇതിന്റെ എല്ലായിടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 5 പ്രാവശ്യം ഞാൻ കൈനകരി പൊടിച്ചിട മകൾ മണിച്ചിയാണെന്ന് പറയണം. അയ്യോ അതെങ്ങനെ ഞാൻ പറയും? അത് പറഞ്ഞാലേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പൈസ പിടിച്ചോ പറഞ്ഞോ പറയുള്ളൂ. ഓടി ചേർത്ത് പറയണം. ചെല്ലി. ഞാൻ കൈനകരി പൊടിച്ചിട മകൻ മടിച്ച് തല്ല. ഞാൻ കൈനകരി പൊടിച്ചിട മകൾ മടിച്ച് തല്ല. ഞാൻ കൈനകരി പൊടിച്ചിട മകൾ മടിച്ച് തന്നെ പോരെ. മതി മതിയടി, എനിക്ക് ഇത്ര മതി, എനിക്ക് ഇത്ര മതി. അതെ, ഞാൻ പണ്ട് സഹായിച്ച കാര്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലായിരുന്നല്ലോ. ഇല്ല. ഇതാണ് പറഞ്ഞത്, ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ്. ഓ, ശരി. ചെല്ലി. ഇനി നീ പോയി അഭിനയിക്കുക, തിരുവാതടിയാകുക, എന്ത് വേണമെങ്കിലും ചെയ്യും. മാഡം ഓ ചെരുപ്പ് കിട്ടി, കപ്പൽ കിട്ടി മേഡം, കാറിനകത്തുണ്ടായിരുന്നു. കപ്പൽ കിട്ടിയോ? കിട്ടിയോ? കിട്ടി, കിട്ടി. കിട്ടി, 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 കിട്ടി. മാറ്. Excuse me, യെസ്. നമ്മുടെ ചപ്പല് കിട്ടി. ആ, പൈസ എങ്ങ് തരൂ. ഏത് പൈസ? ഇപ്പൊ ഞാൻ തന്ന പൈസ ഇല്ലേ? ആര് തന്നു? അയ്യോ പഴയ പൊടിച്ചു തന്ന പൈസ. ഏത് പൊടിച്ച്? പൊടിച്ചിരുമ്പോ പൊടിച്ച്. ഏത് പൊടിച്ച്? ഏത് പൊടിച്ച്? ഇതൊക്കെ എന്താണ് വിളിച്ചു പറയണത്? എനിക്കൊന്നും പറഞ്ഞുകൂടാ. കളിക്കല്ലേ പൈസ താ. ഏത് പൈസ? ഇവിടെ ഞാനിപ്പോ എഴുതി തന്നിട്ടുള്ള പൈസ. എന്റെ പൊന്നു ദൈവമേ, എനിക്കൊരു ഓർമ്മയില്ല. നിങ്ങളെ സിനിമയിലും കണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ അതല്ല എന്തല്ല? ഞാൻ ഒരു പൈസ തരത്തില്ല, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് ഞാനൊരു കാര്യം പറയട്ടോ. ആ, എനിക്ക് കുട്ടനാട് കുഞ്ഞോനെ അറിയാലോ. അതങ്ങനെ കയ്യിൽ തന്നെ വെച്ചാ മതി.